കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുൻ എന്ന 30-കാരൻ്റെ കാണാതായിട്ട് ഇന്നേക്ക് 11 ദിവസമാകുന്നു. ഈ 11 ദിവസവും കേരളക്കരയാകെ അർജുന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരുപക്ഷെ ജീവനോടെ വരണേ എന്ന് നമ്മൾ എല്ലാവരും ഇതുവരെ പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഡെഡ് ബോഡിയെങ്കിലും കിട്ടണേ എന്നാണ്. ആ കുടുംബവും ഈ കേരളക്കരയും മൊത്തത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ദിവസമായ ഒരാളുടെ ജീവൻ ആ ശരീരത്തുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡെഡ് ബോഡി കിട്ടണം, ഡെഡ് ബോഡിയെങ്കിലും കാണണം എന്നാണ് ആ കുടുംബത്തിൻ്റെ ഒരു അന്ത്യാഭിലാഷം ഈ സമയത്ത്. കാരണം ഈ 11 ദിവസവും തിരിയാവുന്നതിൻ്റെ അപ്പുറം തിരിഞ്ഞു. ഇന്ന് വരെ ഈ ബോഡിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ലോറി നദിയുടെ അടിത്തട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് അന്വേഷണ സംഘത്തിന് സിഗ്നലുകളും മറ്റും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ അടിത്തട്ടിൽ ലോറി ഒരു രീതിയിലും ലോറിക്ക് അടുത്തോട്ട് എത്താൻ നമ്മൾ ഈ തിരച്ചിൽ ദൗത്യ സംഘത്തിന് പറ്റില്ല. കാരണം അവർ മനുഷ്യരാണല്ലോ. കാരണം അതിശക്തമായിട്ടുള്ള ഉള്ളൊഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് പോയിന്റ് 2 വരെയെങ്കിലും ഉള്ളൊഴുക്കുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇതിപ്പം അതുകൊണ്ട് 4, 5 ഒക്കെയാണ്. പോയിന്റ് 4, 5-ലേക്കൊക്കെ വരും. അവിടെയൊക്കെ ആൾക്കാർക്ക് അടുക്കാൻ പോലും പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും പറയുമോ ഈ ആൾക്കാരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ജീവൻ ഉണ്ടോ അല്ലെങ്കിൽ ആ ലോറിയിൽ ഈ അർജുൻ ഉണ്ടോ എന്നുള്ള സത്യം പോലും നമുക്ക് ഇതുവരെ ആർക്കും അറിയാൻ വയ്യ. ലോറിയിൽ ഒരുപക്ഷെ ഈ അപകടം നടന്ന സമയത്ത് ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിഗ്നലുകളിലും മറ്റും പറയുന്നത് ഈ ലോറി ഈ മണ്ണിനടിയിലുണ്ട്. പക്ഷേ ലോറിയിൽ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള ഒരു മനുഷ്യ ശരീരം ഉള്ളതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. ഒരുപക്ഷെ ലോറി അവിടെ നിർത്തിയിട്ട് അർജുൻ ചായ കുടിക്കാൻ പോയ സമയത്തായിരിക്കാം ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചായക്കടക്കാരുടെയും മറ്റും ഡെഡ് ബോഡികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അർജുൻ്റെ മാത്രം 2 ടാങ്കർ ലോറികളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഏകദേശ രൂപരേഖകളൊക്കെ കിട്ടി, ആൾക്കാരെയും കിട്ടി. പക്ഷേ ഈ അർജുൻ്റെ ലോറിയെക്കുറിച്ച് ഇതുവരെ ഒന്നും കിട്ടില്ല. ലോറി കണ്ടിട്ട് എത്താൻ പറ്റിയില്ല, അർജുനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ലോറി മണ്ണിൻ്റെ അടിയിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അർജുൻ അതിനകത്തുണ്ടോ എന്നുള്ളത് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അർജുൻ ഒരുപക്ഷെ ഈ വെള്ളത്തിലെങ്ങാനും വീണ് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ബോഡിയോടുകൂടി ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എത്രയൊക്കെ തെരച്ചിലുകാർ നോക്കിയാലും കിട്ടത്തില്ല ഇനി. പിന്നെ ഈ ഇത്രമാത്രം ഉള്ളൊഴുക്കുള്ള ഈ ഒരു സ്ഥലത്തേക്ക് ഈ രക്ഷാപ്രവർത്തകർ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തും? അവരവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയാൽ അതിനകത്ത് അതിനകത്ത് ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി ഒരു പക്ഷേ ജീവനോടെ അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെയും ഈ അർജുനെ കിട്ടുമെന്നൊരു സംശയമാണ്. അപ്പോൾ ഇങ്ങനെ ജീവൻ ഉണ്ട് ആളുണ്ടോ അല്ലെങ്കിൽ ജീവനോടെ ആരെയും രക്ഷിച്ചെടുക്കാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് മുതിരണമെന്നുള്ളത് ആരും പറയില്ല. അപ്പോൾ അർജുൻ്റെ കുടുംബവും പോലും പറയുന്നില്ല അത് ചെയ്യണമെന്നുള്ളത്. കാരണം അവരവരുടെ ജീവൻ അവരവർക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തി അതിനകത്തൂടെ എന്തെങ്കിലും ഒരു 1-2 പേരുടെ ജീവൻ പോയാലും വേണ്ടിയില്ല. ഈ രക്ഷാപ്രവർത്തനത്തിൽ കൂടെ പോയ ആളെ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരാളുടെ ജീവനെങ്കിലും പോയാലും വേണ്ടില്ല, അത് കിട്ടും. പക്ഷേ അതുമില്ല. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ജീവൻ ഒരു പക്ഷേ അപകടത്തിലായാൽ തന്നെയും ഇതുകൊണ്ട് ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിന് പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് ഈ 10-11 ദിവസം ഈ ബോഡി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലോറിക്കകത്ത് ബോഡി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഇനി ഒരുപാട് മുന്നോട്ട് പോകും എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും ദിവസമായി ബോഡി ഒഴുക്കിപ്പെട്ട് പോകാനാണ് സാധ്യത എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നാം എല്ലാവരും വേദനയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് യാതൊരു രക്ഷയും ഇല്ല. ഈ സംഭവം നടന്ന ആരുടെയും കുഴപ്പം കൊണ്ടല്ല, ഇതൊരു പ്രകൃതിക്ഷോഭമാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുടെയോ ഒന്നും കുറ്റം കൊണ്ട് വന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇനിയൊരു രക്ഷാപ്രവർത്തനം നടത്തി ആരെയും രക്ഷിക്കാനില്ല. രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ജീവൻ കൂടി അപകടത്തിലാവുകയാണ്. അവരുടെ കുടുംബത്തിനും കൂടി ആരും ഇല്ലാതെ പോവുകയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അർജുന് ഇനി ജീവനോടെ കിട്ടും എന്ന ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ വേദനയോടുകൂടി പറയുകയാണ്. ആ സത്യം നാം എല്ലാവരും ഉൾക്കൊള്ളണം.